തളിപ്പറമ്പ് കുപ്പത്ത് പുതിയ പാലം നിർമ്മിക്കുന്നതിനായി പുഴയിൽ മണ്ണിട്ട് ഒഴുക്ക് തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് കരയിടിഞ്ഞ പ്രദേശത്ത് ഭീതി ഒഴിയാതെ പ്രദേശവാസികൾ. കുപ്പം പാലത്തിന് സമീപം മുതൽ പടവിൽ മുത്തപ്പൻ മടപ്പുര ഭാഗം വരെയാണ് പുഴ കരയെടുത്തത്. ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായി കുപ്പം പുഴയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിനാണ് പുഴയിൽ 4/3 ഭാഗം മണ്ണ് നിറച്ചത്. പുഴയ്ക്ക് കുറുകെയിട്ട മണ്ണിന് മുകളിലൂടെയാണ് പുഴയിൽ നിർമ്മിച്ച പില്ലറുകൾക്ക് മേലെ കൂറ്റൻ ബീമുകൾ എത്തിച്ച് സ്ഥാപിക്കുക. ഇതിനായി പുഴയുടെ വീതിയുടെ 1/4 ഭാഗം മാത്രം ഒഴിച്ചുവെച്ച് ബാക്കി ഭാഗത്താണ് മണ്ണ് നിറച്ചത്. ഒരു മാസം മുൻപ് പെയ്ത മഴയിൽ പടവിൽ മടപ്പുര ഭാഗത്തേക്കുള്ള റോഡരികിൽ 50 മീറ്ററിലേറെ നീളത്തിലുള്ള പുഴയോരത്തെ മണ്ണ് 10 മീറ്ററോളം വീതിയിൽ പുഴയിലേക്ക് ഇടിഞ്ഞ് ഒഴുകിപ്പോയിരുന്നു. ഇവിടെയുണ്ടായിരുന്ന തെങ്ങ്, കവുങ്ങ്, കണ്ടൽ മരങ്ങൾ എന്നിവയും പുഴയിലേക്ക് വീണു. പകുതിയിലേറെ കരഭാഗം പുഴയിലേക്ക് പതിച്ച അവസ്ഥയിലായിരുന്നു. തുടർന്നും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പുഴയിൽ നിന്നും 10 മീറ്റർ മാത്രം ദൂരത്തുള്ള പുളിമ്പറമ്പ് സബ് സ്റ്റേഷനിൽ നിന്നുള്ള ഹൈ വോൾട്ടേജ് പ്രവഹിക്കുന്ന കൂറ്റൻ വൈദ്യുതി തൂണും അപകട ഭീഷണിയിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി അവിടെ 2 ലോഡ് മണ്ണുകൊണ്ടിട്ടതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിക്കാത്തതോടെ നാഷണൽ ഹൈവേ അതോറിറ്റി കടുത്ത അനാസ്ഥയാണ് കാണിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുകയാണ്. ഇനിയൊരു മഴ കൂടി വന്നാൽ സമീപത്തുള്ള വീടുകളും വൈദ്യുതി തൂണും ഉൾപ്പെടെ പുഴയിലേക്ക് പതിക്കും. ജനങ്ങളുടെ ജീവനും സ്വത്തിനും നിലനിൽക്കുന്ന ഭീഷണി ഒഴിവാക്കാൻ ശാശ്വത പരിഹാരമുണ്ടാക്കാൻ വേഗത്തിലുള്ള ഇടപെടലാണ് വേണ്ടതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ കുപ്പം പടവൽ പ്രദേശത്തെ ആ മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഹൈവേൻ്റെ വർക്കിൻ്റെ ഭാഗമായിട്ട് മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും ആ ഭീതിയിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്ന് അളന്ന് എസ്റ്റിമേറ്റിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഹൈവേൻ്റെ അതോറിറ്റി അവർ 2 ലോഡ് മണ്ണ് കുറച്ച് ദിവസം മണ്ണിട്ട് പിന്നെ പോയി പിന്നെ ഒരു 2 ലോഡ് മണ്ണിട്ടിട്ട് അത് ഇതുവരെ അതൊരു ആ പുഴയിലേക്ക് സെറ്റ് ചെയ്യാനോ ഇടാനോ ഒരു ഇതും ചെയ്യുന്നില്ല. അവർ വളരെ അനാസ്ഥയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെ ഇപ്പോൾ ഒരു മലയോരത്താൻ ഒരു മഴയോ എന്തെങ്കിലും വെള്ളപ്പൊട്ടോ വന്നിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ട് ഈ റോഡും ആ വീടടക്കം പോകുന്ന രീതിയിലാണ് ഇടയില്ലത്. പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.